എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മൾ ഈ ഒരു കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദ നമ്മൾ ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഈ മാവ് പൊങ്ങാനായിട്ട് വെക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഈസ്റ്റ് മാത്രം എടുത്താൽ മതിയാകും. ഒരുപാട് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കുബൂസിൽ ചെറിയൊരു ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കുറച്ച് എടുത്തിട്ട് കൂടുതൽ സമയം ഇത് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ എടുത്താൽ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പെന്ന് പറയുന്നത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലെന്ന് പറയുമ്പോൾ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു മാവ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടുള്ള വെള്ളമാകരുത്, ഒരുപാട് തണുത്ത വെള്ളമാകരുത്. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഈ ഒരു മാവ് കുഴയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവെന്ന് പറയുന്നത് ഒരു കോമൺ മാവാണ്. ബ്രെഡ് ആയാലും അതുപോലെ തന്നെ പിസ്സ എല്ലാത്തിനും നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള മാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള അളവ് വെച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാവ് ഇതുപോലെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുഴയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പം കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ അവിടെ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മിനിമം ഒരു 8 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി കൗണ്ടർ ടോപ്പിന് മുകളിൽ നിങ്ങൾക്ക് ഇടണ്ടാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ തന്നെ വെച്ച് കുഴച്ചാലും മതിയാകും. ഇപ്പോൾ നമ്മളൊരു 8 മിനിറ്റ് ഇത് കുഴച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുക. ഈ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ നമ്മൾ ഇതിലൊന്ന് ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് അതിന് മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇനി ഇത് നനഞ്ഞ തുണി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ ഒന്ന് മൂടിയതിന് ശേഷം കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഡബിളായി കിട്ടും. 1 മണിക്കൂർ മതിയാകും. പക്ഷേ തണുപ്പുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ 1.5 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഡബിളായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് കുബൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഒരുപാട് നേരമായിട്ട് ഇത് കുഴക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുഴച്ച് കൊടുത്താലും മതിയാകും. ഇത് കുഴച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈക്വൽ സൈസിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കുബൂസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെ കട്ട് ചെയ്തോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പരത്താനും അതുപോലെ തന്നെ ഇത് പൊട്ടിപ്പോവുകയില്ല നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്തെടുക്കുന്ന മാവ് നമ്മൾ ഒരു നനഞ്ഞ ടവലിട്ട് ഒന്ന് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പരത്താനും അതുപോലെ തന്നെ ഇത് പൊങ്ങി വരികയില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി ഒരു നനഞ്ഞ ടവലിന് താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസ് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനി ചപ്പാത്തിക്ക് റോൾ ചെയ്യുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് തിന്നാക്കി എടുക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലാക്കരുത്. പക്ഷേ കുറച്ചൊരു കട്ടി വേണം. ആ ഒരു തിക്നെസ്സിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ പരത്തിയതിന് മുകളിലായിട്ടും ഇതുപോലെ ടവലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴാണ് ആ പെർഫെക്റ്റ്
ടെക്സ്ചറിൽ നമ്മുടെ കുബൂസ് കിട്ടുക. അപ്പോൾ ഇവിടെ കിടന്നും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പരത്തി ഒരു ടവലിൻ്റെ താഴെയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 15 മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് കല്ല് വേണ്ടത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുമിളകൾ വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മാവ് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഈ ഒരു കുബൂസ് ചെറുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പോലും കൊടുക്കേണ്ട, അല്ലാതെ തന്നെ ഇത് നല്ലതായിട്ട് കുമിളിച്ച് വരും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചൂട് ആവി കയറിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് ഇത് പ്രസ് ചെയ്യരുത് നമ്മൾ ഈ തവി വെച്ചിട്ട്. അങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കുക. കുബൂസ് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു ടവലിൽ പൊതിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ അടച്ച് സൂക്ഷിക്കുക. ഒരുപാട് എയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ അത് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു കുബൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് ചേർക്കാതെ ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് ഉള്ള കുബൂസിൻ്റെ റെസിപ്പി ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ ഈ ഒരു കുബൂസ് വെച്ചിട്ട് നമുക്ക് ഷവർമ ഒക്കെ അടിപൊളിയായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയുടെ റെസിപ്പി ഒരുപാട് പേര് കണ്ടു നോക്കിയതാണ്. അപ്പോൾ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്